മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് പാർട്ട്ണർഷിപ്പ്, കമ്പനി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇവയുടെയൊക്കെ ഫീച്ചേഴ്സും സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന ക്വസ്റ്റ്യനുമാണ്. പോയിൻറ്റ്സൊക്കെ നമുക്ക് ഓർത്തെടുക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല, പോയിൻ്റ് മാത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ മാർക്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതാണ്. നമുക്ക് പോയിൻ്റ് നോക്കാം. നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, 2 or more പേഴ്സൺ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ്. രണ്ടാമത്തെ പോയിൻ്റ്, എഗ്രിമെൻറ്റ്, കരാറ്, വാക്കാലുള്ളതോ എഴുതി തയ്യാറാക്കിയതോ ആയ കരാറ് പാർട്ട്ണർഷിപ്പിനുണ്ട്. അതിൽ എഴുതി തയ്യാറാക്കിയ കരാറിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. വൺ വേർഡായിട്ട് ചോദിക്കാം. മൂന്നാമത്തേത്, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പം തന്നെ ഓർക്കുക, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും പാർട്ട്ണർഷിപ്പിനുമാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി വരുന്നത്. നാലാമത്തെ, പ്രോഫിറ്റ് ഷെയറിംഗ്. 4 പോയിൻ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്. അടുത്തത്, ഉത്തമ വിശ്വാസം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉത്തമ വിശ്വാസം. പാർട്ട്നേഴ്സ് പരസ്പരം ഉത്തമ വിശ്വാസത്തോടു കൂടിയായിരിക്കണം പെരുമാറേണ്ടത്. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അടുത്തത്, പരസ്പര ഏജൻസി അഥവാ മ്യൂച്വൽ ഏജൻസി. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ളത്. അതുകൊണ്ടാണ് അതിനെ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്. 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. ഇതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. രണ്ടോ അതിലധികമോ വ്യക്തികളുണ്ടായിരിക്കും, എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, അപരിമിതമായ ബാധ്യതയായിരിക്കും, അതായത് ബാധ്യത കൂടുതലായിരിക്കും, ലാഭം പങ്കിടൽ, ഉത്തമ വിശ്വാസം, പരസ്പര ഏജൻസി. ഇതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. ഒന്നുകൂടി പറഞ്ഞു നോക്കുക. 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. ഇനി നമുക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നോക്കാം. വോളണ്ടറി അസോസിയേഷൻ, അതായത് സ്വമേധയാലുള്ള സംഘടനയാണ്. ആരുടെയും നിർബന്ധത്തിലല്ല, സ്വമേധയാ ഉള്ള സംഘടനയാണ് കമ്പനി. ലിമിറ്റഡ് ലയബിലിറ്റി, ഓർക്കുക, കമ്പനിയുടെയും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. കമ്പനിക്ക് സ്വന്തം പേരിൽ കേസ് കൊടുക്കാം, അതുപോലെ കമ്പനിയുടെ പേരിലും ആർക്കെങ്കിലും കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഒരു വ്യക്തി പോലെ തന്നെ, ആർട്ടിഫിഷ്യൽ ഒരു വ്യക്തി പോലെ തന്നെയാണ് കമ്പനിയെ പരിഗണിക്കുന്നത്. കോമൺ സീല്, പൊതുവായൊരു മുദ്രയുണ്ട്. കമ്പനിയുടെ സിഗ്നേച്ചറാണ് ഈ കോമൺ സീൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, വോളണ്ടറി അസോസിയേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീൽ. അടുത്ത പോയിൻ്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായി വേറിട്ട വ്യക്തിത്വമാണ്. നമ്മൾ പറഞ്ഞു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിയമത്തിൻ്റെ തന്നിൽ വേറിട്ട ഒരു വ്യക്തിത്വമാണ്. ഓണറുടെ ഇതിനേക്കാൾ ഉപരി ഓണറിന് കൂടാതെ വേറിട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് കമ്പനിയെ പരിഗണിക്കുന്നത്. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, ഓണറും ബിസിനസ് മാനേജ് ചെയ്യുന്നതും 2 വ്യക്തികളാണ്. അതായത് ഓണർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുത്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആയിരിക്കും. ഇനി നോക്കാം. വോളണ്ടറി അസോസിയേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. വോളണ്ടറി അസോസിയേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീൽ. കോമൺ സീൽ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി ഓർത്ത് നോക്കി. 2 or more പേഴ്സൺ, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. കമ്പനിയുടെയോ വോളണ്ടറി അസോസിയേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീൽ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ് വോളണ്ടറി അസോസിയേഷൻ. നമ്മൾ കമ്പനിയുടെ ഫീച്ചറിൽ കണ്ടു. വോളണ്ടറി അസോസിയേഷൻ എന്ന് വെച്ചാൽ സ്വമേധയാ ഉള്ള സംഘടന, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സ്വമേധയാ സംഘടിപ്പിക്കുന്നതാണ്. അടുത്തത്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ജനാധിപത്യമായ ഭരണമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്.
ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്കും ഉള്ളതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും. മറ്റ് സ്ഥാപനത്തിന് വ്യത്യസ്തമായി സർവീസ് മോട്ടീവാണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സർവീസ് മോട്ടീവാണ്. ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ് മോട്ടീവാണ്. വോളണ്ടറി അസോസിയേഷൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ലയബിലിറ്റി സർവീസ് മോട്ടീവ്. പഠിച്ചോ? വോളണ്ടറി അസോസിയേഷൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ലയബിലിറ്റി സർവീസ് മോട്ടീവ്. അടുത്തത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് മെമ്പേഴ്സാണ്. കമ്പനി ഫോമിലാണെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു. ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സാണ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമയ്ക്ക് പറയുന്ന പേര് മെമ്പേഴ്സ് എന്നാണ്. അടുത്തത് ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വോളണ്ടറി അസോസിയേഷൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ലയബിലിറ്റി സർവീസ് മോട്ടീവ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് ഗവൺമെൻറ് കൺട്രോൾ. 6 പോയിൻ്റെങ്കിലും മിനിമം എല്ലാത്തിൻ്റെയും പഠിക്കേണ്ടതാണ്. വോളണ്ടറി അസോസിയേഷൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ലയബിലിറ്റി സർവീസ് മോട്ടീവ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് ഗവൺമെൻറ് കൺട്രോൾ. ഇനി നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് കൂടി നോക്കാം. വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്. ഏക ഉടമസ്ഥത സ്ഥാപനമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതുകൊണ്ട് തന്നെ വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. നമുക്കറിയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിലും പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലും അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, വ്യക്തിഗത മുതൽ മുടക്കാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലുള്ളത്. വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്. നോ പ്രോഫിറ്റ് ഷെയറിംഗ്. പാർട്ട്ണർഷിപ്പിലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് ഉള്ളത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഇല്ല. ഈസി ഫോർമേഷൻ, രൂപീകരിക്കാൻ എളുപ്പമായിരിക്കും. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, പരിമിതമായ പ്രവർത്തനങ്ങളായിരിക്കും ഉള്ളത്. ഒരാളെ കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചർ. വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, നോ പ്രോഫിറ്റ് ഷെയറിംഗ്. വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, നോ പ്രോഫിറ്റ് ഷെയറിംഗ്. ഈസി ഫോർമേഷൻ, ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇവയൊക്കെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ് അവസരങ്ങളുടെ ഉറവിടം എന്താണ്? കസ്റ്റമർ ഫീഡ്ബാക്ക്, ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ബിസിനസ് അവസരം ലഭിക്കുന്നു. പാസ്റ്റ് എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്തിൽ നിന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു. ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, വാച്ചിങ് ട്രെൻഡ്, ഇന്നവേഷൻ. എന്തൊക്കെയാണ്? കസ്റ്റമർ ഫീഡ്ബാക്ക്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രേഡ് ഫെയർ വ്യാപാരമേളകൾ, വാച്ചിങ് ട്രെൻഡ് പ്രവണത നിരീക്ഷിക്കൽ, ഇന്നവേഷൻ പുതുമ. എ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോമ്പറ്റീറ്റർ, എതിരാളികളുടെ പുതിയ ഉൽപ്പന്നത്തിൽ നിന്നൊക്കെ നമുക്ക് ബിസിനസ് അവസരങ്ങൾ കിട്ടുന്നു. ഒന്നുകൂടി നോക്കാം. കസ്റ്റമർ ഫീഡ്ബാക്ക്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രേഡ് ഫെയർ, വാച്ചിങ് ട്രെൻഡ്, ഇന്നവേഷൻ, എ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോമ്പറ്റീറ്റർ. കസ്റ്റമർ ഫീഡ്ബാക്ക്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രേഡ് ഫെയർ, വാച്ചിങ് ട്രെൻഡ്, ഇന്നവേഷൻ, എ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോമ്പറ്റീറ്റർ. ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? 2 or more person, എഗ്രിമെൻറ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, മ്യൂച്വൽ ഏജൻസി. കമ്പനിയുടെയോ വോളണ്ടറി അസോസിയേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കോമൺ സീല്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയോ വോളണ്ടറി അസോസിയേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ലയബിലിറ്റി, സർവീസ് മോട്ടീവ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ്, ഗവൺമെൻറ് കൺട്രോൾ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ആണെങ്കിൽ വൺ മാൻ ഓണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇൻഡിവിജ്വൽ ഫിനാൻസിങ്, നോ പ്രോഫിറ്റ് ഷെയറിംഗ്, ഈസി ഫോർമേഷൻ, ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക്, പാസ്റ്റ് എക്സ്പീരിയൻസ്, ട്രേഡ് ഫെയർ, വാച്ചിങ് ട്രെൻഡ്, ഇന്നവേഷൻ, എ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോമ്പറ്റീറ്റർ.